ഓ, ഇവൻ അത്ഭുതം ചെയ്യുന്നവനാണ്, ഇവൻ്റെ വലിയൊരു പേര് അവൻ്റെ പേര് വരും. അവൻ രണ്ടാമത് വന്നത് എന്താണ്? കർത്താവിൻ്റെ ദാസനായ യേശുവിനൊരു നല്ല പേര്, വലിയ പേര് കൊടുക്കണം. അതുപോലെ ഇന്ന് അനേക കർത്താവിൻ്റെ ദാസന്മാർക്ക് ഒരാഗ്രഹമുണ്ട്, എനിക്കൊരു വലിയ പേര് വേണം. ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, ഞാൻ അടയാളങ്ങൾ ചെയ്യുന്നവനാണ്, വലിയ പേര് വേണം. ഞങ്ങളുടെ ഈ അടുത്തിടയിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ എൻ്റെ കൂടെ കർത്താവിൻ്റെ വേലയിൽ വളരെ ശുഷ്കാന്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹരിയാന സ്റ്റേറ്റിൻ്റെ ലീഡർ ഹരിയാന സ്റ്റേറ്റിലും UP-യിലും അദ്ദേഹമാണ് അൻഷരാജ് സൈനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നല്ല കർത്താവിൻ്റെ ദാസൻ, നല്ലപോലെ വചനം പ്രസംഗിക്കുക, ഹിന്ദു കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നവനാണ്. തൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ മേട്രനായിരുന്നു, അവരും രക്ഷിക്കപ്പെട്ടു. അവരങ്ങനെ നല്ല കുടുംബമായി കർത്താവിനെ സ്നേഹിക്കും. നല്ല അവരുടെ കീഴിൽ അവരുടെ ഉത്തരവാദിത്തം പല സഭകളുണ്ട്. എന്നാൽ ചില മാസങ്ങൾക്ക് മുൻപേ അദ്ദേഹം ഷിംല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു പുതിയ പ്രവർത്തനത്തിന് വേണ്ടി പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ജഗാതിരിയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. എന്നോട് പറഞ്ഞു, ഞാൻ ആ സ്ഥലത്തേക്ക് പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം യാത്ര ചെയ്ത് അവിടുന്ന് 7-8 മണിക്കൂർ യാത്ര ചെയ്യണം. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നു. ഞാൻ ഉടനെ അദ്ദേഹത്തിന് എന്താ കർത്താവെ അനുശാസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടതൊരു നല്ല കുതിര, വെള്ള കുതിരയുടെ മേൽ പാസ്റ്റർ അൻഷരാജ് സൈനി ഇരിക്കുകയാണ്. വളരെ സ്പീഡായിട്ട് പോവുക. അദ്ദേഹം ആ കുതിരയുടെ കഴുത്തിലൂടെ കയറ് കെട്ടി, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കയറുണ്ട്. ആ കുതിര താഴെ വീഴിക്കാനായി നോക്കുമ്പോൾ അദ്ദേഹം താഴെ വീഴാതെ പോകും. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ആ കുതിരയിൽ എഴുതിയിരിക്കുന്നു ദുഷ്ടാത്മാവ്, അശുദ്ധാത്മാവ്. അപ്പോൾ ആ സഹോദരൻ ഷിംലായിൽ എത്തുന്നതിന് മുൻപേ അവിടെയുള്ള കർത്താവിൻ്റെ ദാസനോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ അൻഷരാജ് അവിടെ എത്തുമ്പോഴേക്കും ഉടനെ എനിക്ക് ഫോൺ ചെയ്യണം, അദ്ദേഹത്തോട് പറയണം അവിടെ 3 ദിവസത്തെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അതിനുശേഷം അദ്ദേഹം ഹിമാചലിൽ രാജസ്ഥാനിൽ പോകേണ്ടതായിരുന്നു. അദ്ദേഹത്തോട് പറ രാജസ്ഥാനിലെ പ്രോഗ്രാമും മുഴുവനും ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നേരെ ജമ്മുവിൽ എൻ്റെ അടുക്കൽ വരണം. ഉടനെ അവിടെ ചെന്നപ്പോൾ കുറച്ച് 2-3 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് ചേർന്നു. ഉടനെ എനിക്ക് ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, പ്രിയ സഹോദര, പെട്ടെന്ന് എല്ലാ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് എൻ്റെ അടുക്കൽ വരണം. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ നിന്നെക്കൊണ്ട് കണ്ടത് നീ നല്ല വെളുത്ത ഒരു കുതിരയുടെ മുഖത്തിരിക്കുകയാണ്, വളരെ സ്പീഡായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ആ എല്ലാ സ്ഥലങ്ങളെ കൺവെൻഷൻ മീറ്റിങ്ങുകൾ ക്രമീകരിച്ചിരുന്നതാണ്. അതെല്ലാം ക്യാൻസൽ ചെയ്ത് അദ്ദേഹം വന്നു. ഞാൻ പറഞ്ഞു, പ്രിയ സഹോദര, യേശുവിൻ്റെ ശിഷ്യന്മാർ കുതിരയുടെ പുറത്തല്ല പോകുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർ കഴുതകളാണ്, കെട്ടപ്പെട്ട കഴുതകളാണ്. അവർ കെട്ടി നിർത്തിയിരിക്കുകയാണ്. യേശുവിന് എപ്പോൾ ആവശ്യം വരുമ്പോൾ യേശു അവരെ അഴിച്ച് ആ കഴുതയുടെ മേൽ യേശു ഇരുന്നാണ് പോകുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരാരും കുതിരയല്ല. ഞാൻ പറഞ്ഞു, കുതിരയായി കാണുന്നത്, നിന്നെ നടത്തുന്നത് ദുഷ്ടാത്മാവാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ ഈ പ്രോഗ്രാമെല്ലാം എങ്ങനെയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പെട്ടെന്ന് വന്നതല്ല, കുറച്ച് നാളായി. ഉടനെ അവൻ പറഞ്ഞത് അവൻ കരയാൻ തുടങ്ങി. 45-48 വയസ്സുള്ള ഒരു കർത്താവിൻ്റെ ദാസനാണ്, കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ പലയിടത്ത് പോയി യോഗങ്ങൾ നടത്തി ഒരു നല്ല പേര് വേണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ എല്ലായിടത്തും പ്രോഗ്രാം ഓരോന്നോരോന്ന് ചോദിച്ചങ്ങ് നടത്തുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ എല്ലാ പ്രോഗ്രാമും നടത്തി സ്റ്റോപ്പ് ചെയ്തിട്ട് ദൈവസേനയിൽ കാത്തിരിക്കുക. ആ കർത്താവിൻ്റെ ദാസൻ പൂർണ്ണമായി അനുസരിച്ചു. ഞാൻ എൻ്റെ കൂടെ ചില ദിവസങ്ങളുണ്ടായിരുന്നു. ആ സ്വഭാവത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ അദ്ദേഹത്തിന് പ്രാപിപ്പാനിടയായി. ഇപ്പോൾ കർത്താവിൻ്റെ ദാസന്മാരാകുന്ന നമ്മൾക്ക് ഒരു ചിന്തയുണ്ട്, എനിക്ക് എന്ത് വേണം, എനിക്കൊന്ന് ഷൈനാകണം, എനിക്കൊന്ന് കർത്താവിൻ്റെ സ്ഥലത്ത് നിന്ന് ഷൈനാകണം. ഞാൻ അതിനുവേണ്ടി കേരളത്തിൽ മാവേലിക്കരയിൽ ഉണ്ടായിരുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ്റെ കാര്യം കൂടെ പറയാം. എന്നേക്കാൾ അന്ന് അദ്ദേഹം 12 വർഷം കൂടുതൽ കർത്താവിൻ്റെ വേലയിലായ കർത്താവിൻ്റെ ദാസനാണ്. 42 വയസ്സുള്ള കർത്താവിൻ്റെ ദാസനാണ്. അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കണം. ഞാൻ പറഞ്ഞു, അച്ചായ, ഞാൻ അച്ചായ എന്നാണ് മാവിലേക്ക്. അച്ചായൻ എന്തായി പറയുന്നത്? ഞാൻ യോഗം കഴിഞ്ഞ് വന്ന് രാത്രി 11 മണി 20 പേര് വിളിച്ചാൽ ഇല്ല, എൻ്റെ ആത്മാവിനെ ഒന്ന് പരിശോധിക്കണം. ഒടുവിൽ
ഞാൻ ചോദിച്ചപ്പോൾ അച്ചായൻ വല്ല എന്നോട് 40 ദിവസം ഉപവാസം ഇരുന്നപ്പോൾ എനിക്ക് വലിയൊരു അഭിഷേകം കിട്ടി. ആ അഭിഷേകം കിട്ടിയതിന് ശേഷം ഞാൻ ആർക്ക് വേണ്ടി കൈവച്ചാലും അവരെല്ലാം സൗഖ്യമാകും. അതുകൂടാതെ ആരെങ്കിലും വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും അവരുടെ രോഗം എന്നതാണ്. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും എനിക്ക് മനസ്സിലാകും ആ കറുത്ത സാരി ഇട്ടിരിക്കുന്ന സഹോദരിയുടെ വയറ്റിലാ വേദന എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ പറയും, അങ്ങനെ അവർക്കെല്ലാം സൗഖ്യമാകും. ഒരുപാട് അത്ഭുതം, ഒത്തിരി ആളുകൾ വന്നു. അതുപോലെ എന്നോട് പറഞ്ഞു, ഈ മാസം ഞാൻ 2,20,000 30,000 രൂപ ഞാൻ ബാങ്കിലിട്ടു, സകല ചെലവും കഴിഞ്ഞ്. ഒരു മാസം സകല ചെലവും. അപ്പം പറഞ്ഞു അതെങ്ങനെയുണ്ട്? ആളുകൾ 10,000 10,000 20,000 ഒക്കെ കെട്ടുകണക്കിനാ രൂപ കൊണ്ട് ബക്കറ്റിൽ ഇടുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നല്ലതാണല്ലോ, പിന്നെന്താ? ഇപ്പോൾ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു, ഇതെല്ലാം ആത്മീയമായിട്ട് കാര്യങ്ങൾ പോവുകയാണോ ഭൗതിക കാര്യങ്ങളാണോ? അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ചിന്ത വന്നത്, ക്യാപ്റ്റൻ സാമുവലിൻ്റെ അടുക്കൽ പോയി പരീക്ഷിക്കുക, എൻ്റെ ആത്മാവിനെ പരീക്ഷിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു കർത്താവ് എന്താണിത്? അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തെങ്കിലും കുറ്റം ഉപവാസം ഇരിക്കുമ്പോൾ തെറ്റുവല്ലോ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, 33-ാമത്തെ ദിവസം ഞാൻ ഉപവാസം ഇരിക്കുക 2 കർത്താവിൻ്റെ ദാസന്മാർ വന്ന് ചോദിച്ചു, വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ? ഞാൻ അതിൽ പറഞ്ഞു, വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. പറഞ്ഞു, ഞാൻ വെള്ളം മാത്രമല്ല, ഞാൻ വാസ്തവത്തിൽ രാത്രിയിൽ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിക്കുമായിരുന്നു. 37-ാമത്തെ ദിവസം 2 കർത്താവിൻ്റെ ദാസന്മാർ വന്ന് ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോഴും ഞാൻ അവർ വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കഞ്ഞിവെള്ളം കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ചായൻ ഇത് ഏറ്റു പറയാൻ ഒരുക്കമാണോ? ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റു പറയാൻ ഒരുക്കമാണ്, മൈക്ക് വെച്ച് പറയാവുന്നത്. ഞാൻ പറഞ്ഞു, അച്ചായൻ പോയി വിശ്രമിക്കുക, കാരണം എന്നേക്കാൾ പ്രായമുള്ളതും വേലയിൽ ശ്രേഷ്ഠനായ ഒരു കർത്താവിൻ്റെ ദാസനാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താണ് ഈ അച്ചായന് പറ്റിയത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവനൊന്ന് ഷൈനാകാൻ ആഗ്രഹമുണ്ട്, ഷൈനാകുമെന്ന് തിളങ്ങണമെന്ന് ആഗ്രഹം. ഞാൻ 4 മണിക്ക് അദ്ദേഹത്തെ വിളിച്ചു. മുട്ടിന്മേലിരുന്നു തലയിൽ കൈ വെച്ചപ്പോഴേ ദുഷ്ടാത്മാവ് വെളിപ്പെട്ടു. ഒരു 3/4 മണിക്കൂർ നേരം വലിയ യുദ്ധം ചെയ്ത ശേഷമാണ് ആ ദുഷ്ടാത്മാവ് വെളിപ്പെട്ടു പോയത്. ഞാൻ അച്ചായനോട് ചോദിച്ചാൽ ഉപവാസം എഴുതി എന്തിനു വേണ്ടിയാണ്? സത്യം പറഞ്ഞു. പറഞ്ഞു, എൻ്റെ വേലയിൽ ഒന്ന് തിളങ്ങണം, ഒന്ന് ഷൈൻ ആകണമെന്ന് എനിക്ക് ആഗ്രഹം വന്നു. ഉടനെ ഞാൻ പറഞ്ഞു, അതാ വേറെ യേശു വേറെ ആത്മാവ് വന്ന അച്ചായനെ അഭിഷേകിച്ചതാണെന്ന് പറഞ്ഞു. ഏതായാലും ആ ദുഷ്ടാത്മാവിൽ നിന്ന് ആ കർത്താവിൻ്റെ ദാസൻ വിടുതൽ പ്രാപിച്ചു. പിന്നെ കരയാൻ തുടങ്ങി, കർത്താവേ എനിക്ക് ഷൈനാകണ്ട, എനിക്കൊന്നും വേണ്ട, നീ എന്നെ എപ്രകാരം നടത്തുന്നു അതുപോലെ എനിക്ക് പോയാൽ മതി, നീ എന്നെ എപ്രകാരം നടത്തുമോ. ഏകദേശം 1/2 മണിക്കൂറോളം ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് തൻ്റെ ദാസനെ തൻ്റെ ആത്മാവിനാൽ നിറച്ചു. എഴുന്നേറ്റ് നിന്നിട്ട് 2 കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കരഞ്ഞോണ്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ മരിക്കുന്നത് വരെ എനിക്ക് ഈ ആത്മാവ് മാത്രം മതി, എനിക്ക് എങ്ങും ഷൈനാകണ്ട, നീ പറയുന്നത് പോലെ വേല ചെയ്യുവാൻ ഞാൻ ഒരുങ്ങുന്നു. അതുപോലെ പ്രിയ കർത്താവിൻ്റെ ദാസന്മാരെ, ഞാൻ ഇത്രയും സമയമെടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞത്, ഇന്ന് അനേക വേലക്കാർക്ക് കുറച്ച് വന്നു കഴിയുമ്പോൾ എനിക്കൊന്ന് ഷൈനാകണം എന്നുള്ള ആഗ്രഹം വരുന്നു. കർത്താവിൻ്റെ വേലക്കാരെന്നറിയാമോ? അവർ കെട്ടപ്പെട്ട കഴുതകളാണ്. കെട്ടപ്പെട്ട കഴുതകൾ. എന്താ കെട്ടപ്പെട്ട? പാപത്തിൽ കെട്ടപ്പെട്ടതല്ല, ദൈവത്തിന് അവിടെ ഇവിടെ വെറുതെ നടക്കുന്ന കഴുതയല്ല. ദൈവത്തിന് ആവശ്യമുള്ളപ്പോൾ, യേശുവിന് ആവശ്യമുള്ളപ്പോൾ അതിനെ അഴിച്ചുകൊണ്ട് വന്നു. യേശു അതിൻ്റെ പുറത്തിരുന്നു, യാത്ര ചെയ്തു, യെരുശലേമിൽ ചെന്നു. യെരുശലേമിൽ ചെന്ന ശേഷം ആ കഴുതയെ അതിന് വെള്ളം കൊടുത്തോന്നും ഒന്നും അറിഞ്ഞുകൂടാ. ആ കഴുതയല്ല നോക്കിയത്, യേശുവിനെയാണ് നോക്കിയത്. ഹല്ലേലൂയ. ആകയാൽ പ്രിയ ദൈവദാസന്മാരെ, ദൈവത്തിൻ്റെ മക്കളെ, നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, കർത്താവേ, എനിക്കൊരു മാനവും മഹത്വവും വേണ്ട. സാത്താൻ നിങ്ങൾക്ക് വളരെ മാനവും മഹത്വവും തരുവാൻ ഒരുക്കമാണ്. എപ്പോഴും അതിനുവേണ്ടിയാണ് അവൻ നിങ്ങളുടെ പുറകെ നടക്കുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു കീർത്തി ഉണ്ടാകട്ടെ, നിങ്ങളുടെ പേര് വല്ലവരും ഒന്ന് ഉറക്കെ പറയട്ടെ. അങ്ങനെ മാനവും മഹത്വം. അതുകൊണ്ടാണ് പറഞ്ഞത്, യെരുശലേമിൻ്റെ ഗോപുരത്തിൻ്റെ മണ്ടയിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ പറയും, കണ്ടോ ഇവൻ എത്ര വലിയവനാണ്, ആ വലിയ ഗോപുരത്തിൻ്റെ മണ്ടയിൽ നിന്ന് ചാടിയല്ലോ. ആരെങ്കിലും കർത്താവിൻ്റെ ദാസന്മാരെന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, കണ്ണുനീരോടുകൂടെ പറയുന്നത്, കർത്താവേ, എനിക്കൊന്നും ആകണ്ട. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിർബന്ധിക്കുന്നുണ്ട് എൻ്റെ ഒരു കാര്യം കൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് പറയുക എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ
നിങ്ങൾ ചിലരൊക്കെ അറിഞ്ഞു കുറച്ച് കാലങ്ങൾ മുൻപ് ഞാൻ കുമ്പനാട് കൺവെൻഷൻ തുടരെ വന്ന് പ്രസംഗിക്കുമായിരുന്നു. പാസ്റ്റർ KC ജോൺ ആയിരുന്നു എനിക്ക് കേരളത്തിൽ പല സ്ഥലത്തും തർജ്ജമ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം IPCയുടെ പ്രസിഡൻ്റായിട്ട് വളരെ കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ സ്തോത്രം. അന്ന് അദ്ദേഹമായിരുന്നു എനിക്ക് തർജ്ജമ. ഒരു പ്രാവശ്യം തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ എന്നെക്കൊണ്ട് കർത്താവ് പ്രസംഗിപ്പിച്ചു. അപ്പച്ചന്മാരാവർ പറഞ്ഞു, നീ തന്നെ പ്രസംഗിച്ചാൽ മതി. ഒടുവിലത്തെ ഞായറാഴ്ചത്തെ യോഗവും കർത്താവ് അപ്പച്ചൻ, ഞാൻ വിചാരിച്ചു അന്ന് സാധാരണ TG ഉമ്മച്ചനോ CK ദാനിയേലോ അവർ ഒരു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിച്ച ഒരു ഹല്ലേലൂയ പാട്ട് പാടിയിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോകാറ്. അന്നും രാവിലെ വന്ന് പറഞ്ഞു, നീ തന്നെ പ്രസംഗിക്കണം. ആ സമാപന യോഗം പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. അത് കഴിഞ്ഞ ശേഷം 14 ദിവസം തിരുവല്ലായിൽ മഞ്ഞാടിയിൽ ഉണർവ് യോഗമായിരുന്നു. ആ യോഗത്തിനും കർത്താവ് ഒത്തിരി ആത്മീയമായ ശക്തി. ഞങ്ങളന്ന് കളക്ടർ CK മത്തായിച്ചിൻ്റെ വീട്ടിലായിരുന്നു വിശ്രമിച്ചുകൊണ്ട്. സിസ്റ്റർ മേരി ഗോവൂരിൻ്റെ മൂത്ത സഹോദരി സിസ്റ്റർ ശോശക്കുട്ടി സഹോദരി, ആ സഹോദരി നല്ല പ്രസംഗിക്കുന്ന സഹോദരിയായിരുന്നു. അവരുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കാറാണ് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ മീറ്റിങ്ങിൻ്റെ കോർഡിനേറ്ററായിരുന്നത്. ഈ 14 ദിവസത്തെ വളരെ അനുഗ്രഹമായിരുന്നു. വേൾഡ് പെന്റിക്കോസ്റ്റൽ കോൺഫറൻസിന് എന്നെ ക്ഷണിച്ചിരുന്നു, വന്ന് പ്രസംഗിക്കണം. ക്ഷണിക്കാനായിട്ട് ജോൺ താന്നിക്കൽ അവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, അടുത്ത വർഷത്തെ വേൾഡ് പെന്റിക്കോസ്റ്റൽ കോൺഫറൻസ് യൂറോപ്പിൽ വെച്ചായിരിക്കും. കർത്താവിന് എന്നോട് പറഞ്ഞു, നിങ്ങൾ വന്ന് പ്രസംഗിക്കണം എന്ന് ഞാൻ ക്ഷണിക്കാനോടാണ്. ഞാൻ വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ പോയി ആ വീട്ടിൽ കിടക്കുമ്പോൾ, എല്ലാവരും ചോറെല്ലാം ഉണ്ട്, ഞാൻ ആ വീട്ടിൽ നിന്ന് വിശ്രമിക്കാനായി കിടക്കുമ്പോൾ എൻ്റെ മുറിയിൽ വലിയൊരു, ഞാനിങ്ങനെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കിടക്കുകയാണ്, വലിയൊരു പർവ്വതം. ആ പർവ്വതത്തിൽ എഴുതിക്കാണ് പോപ്പുലാരിറ്റി മൗണ്ടൻ, പ്രശസ്തിയുടെ പർവ്വതം. അതിൻ്റെ മുകളിൽ ഞാൻ നിൽക്കുക. അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ വലിയ താഴ്വരയാണ്, ഏറ്റവും തലകുത്തി വീഴും. ഞാൻ ഉടനെ കട്ടിൽ നിന്ന് താഴെ ഇറങ്ങിക്കിടന്ന് കരയാൻ തുടങ്ങി. എൻ്റെ കർത്താവ്, എനിക്ക് ഈ പ്രശസ്തി വേണ്ട, എനിക്ക് ഈ പേരുള്ള ഇത് വേണ്ട കർത്താവ്. അങ്ങനെ കരഞ്ഞ് വെളുപ്പ് 4 മണിയായപ്പോൾ ഞാൻ കണ്ടത് ആ പർവ്വതത്തിന് താഴേക്ക് നിന്ദയുടെയും അപമാനത്തിൻ്റെയും വഴി എന്ന് ഫുട്പാത്ത്, നടപ്പാതകൾ. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞ്, കർത്താവേ എനിക്കിത് മാത്രം മതി. ഉടനെ കർത്താവ് പറഞ്ഞു, വേൾഡ് പെന്റിക്കോസ്റ്റൽ കൺവെൻഷന് പ്രസംഗിക്കുന്നത് നിർത്തിയേക്കാൻ പറഞ്ഞു. ആ ചൊവ്വാഴ്ച മുതൽ ഇവിടെ എറണാകുളത്ത് ഏതോ സ്റ്റേഡിയത്തിൽ വലിയൊരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ നേരത്തെ 1 വർഷം മുൻപേ വാക്ക് കൊടുത്തതാണ്. ഇവിടെ നോട്ടീസും എല്ലാം അടിച്ചുകൊണ്ട് പാസ്റ്റർ TC മാത്യു, ഇന്നപ്പോൾ അദ്ദേഹം അമേരിക്കയിലാണ്, അദ്ദേഹമാണ് അദ്ദേഹം എനിക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കൂടിയാണ് ഒരുക്കിയത്. പോസ്റ്റെല്ലാം കർത്താവ് പറഞ്ഞു, എറണാകുളത്തെ മീറ്റിങ്ങിന് പോകരുത്. ചൊവ്വാഴ്ച വന്ന് ഞാൻ എറണാകുളത്ത് ഇവിടുത്തെ ഏത് സ്റ്റേഡിയം എന്ന് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞു, ഞാനുണ്ട് തിങ്കളാഴ്ച രാവിലെ അവരോട് അതിൻ്റെ കോർഡിനേറ്ററിനെ വിവരം അറിയിച്ചു, അവിടുത്തെ മീറ്റിങ്ങിന് വരാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല, ഞാൻ വരുന്നില്ല. ഉടനെ അവർ, ഇതെന്താ ഇത് നടത്തുന്നത്? ഞങ്ങൾ 1,40,000-ലധികം രൂപ പന്തലിനും പബ്ലിസിറ്റിക്കും ഒക്കെ ചിലവാക്കി, ഇതെന്തോ കളിപ്പീരാണ്. ഞാൻ പറഞ്ഞു, സാർ ഇത് ദൈവത്തിൻ്റെ ആത്മാവല്ല. വലിയ വാഗ്വാദമുണ്ടായി. ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവരാൻ അവിടെ വരികയാണ്, ഞങ്ങളെ പൊതുവെ പബ്ലിക്കിന് ഞങ്ങളെ കളിയാക്കുകയാണ്. ഈ എറണാകുളത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, സഹോദര, എന്ത് പറഞ്ഞാലും ഞാൻ വരികയില്ല. എന്താ, ജനത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലയോ? ഞാൻ പറഞ്ഞു, എനിക്കൊരു ധൈര്യവുമില്ല. പാപത്തിൽ വീണോ? ഞാൻ പറഞ്ഞു, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, എനിക്ക് ജനത്തെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ല, ഞാൻ വരുന്നില്ല. ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ ഈ 1,40,000 പറയാതെ എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഞാൻ കർത്താവ് എനിക്ക് തരുന്ന കൊണ്ടേക്ക് ഞാൻ ഏതായാലും വരികയില്ലെന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ എറണാകുളത്തെ സംബന്ധിച്ചായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ എറണാകുളത്ത് വന്നൊരു ചെറിയ ഇവിടെ വന്ന് ചില കൂട്ടർ പറയുന്നു, ഇത് കുറച്ച് വർഷങ്ങൾ മുമ്പാണ്. ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മൾക്ക് കീർത്തി തരാൻ സാത്താൻ ഒരുപാട് ശ്രമിക്കും. അതെത്ര വന്നാലും. അതുകൊണ്ടാണ് പറഞ്ഞ്, യേശുവിനോട് പറഞ്ഞപ്പോൾ എവിടെ പോയി നിന്നു? അവിടുന്ന് ചാടിയാൽ നീ വലിയവൻ. അതോടെ പ്രിയമുള്ളവരെ, യേശുവിനെ അതുപോലെ പരീക്ഷിച്ചെങ്കിൽ യഥാർത്ഥ കർത്താവിൻ്റെ ദാസന്മാരാകുന്നവർക്ക് പേരും പെരുമയും കൊടുക്കുവാൻ സാത്താൻ വളരെ വളരെ ശ്രമിക്കും. അപ്പോസ്തലനായ പൗലോസിൻ്റെ കാര്യം നിങ്ങളൊന്ന് നോക്കിയാട്ടെ. ലിസ്ത്രായിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ലിസ്ത്രായിൽ
പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മുടന്തൻ സൗഖ്യമായി. അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പൂജാരിമാരും എല്ലാവരും കൂടെ പറഞ്ഞു, ദൈവങ്ങൾ നമ്മുടെ മധ്യത്തിൽ മനുഷ്യനായി നടക്കുന്നു, ദേവന്മാർ. അവർക്ക് ബലി അർപ്പിക്കാനായി ശ്രമിച്ചു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രയാസേന അവരെ ബലി അർപ്പിക്കുന്നതിൽ നിന്ന് നിരോധിച്ചു. നിങ്ങൾക്കറിയാം, കുറച്ച് കഴിഞ്ഞ് യഹൂദന്മാർ വന്നു. അതേ പൗലോസിനെ ആർക്കാൻ വേണ്ടിയാണ് ഒരു ബലി അർപ്പിക്കാൻ ദേവന്മാർ പറഞ്ഞത്? കല്ലെറിഞ്ഞ് കൊന്ന് ഒരു ചത്ത പട്ടിയെപ്പോലെ വലിച്ചെടുത്ത് പട്ടണത്തിന് വെളിയിലിട്ടു. വിശുദ്ധന്മാർ സഹോദരന്മാർ കൂടി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് ജീവൻ വന്നു. താൻ അവിടെ നിന്ന് ദർബയ്ക്ക് പോയി പിന്നെ വരുവാനിടയായി. എന്നാൽ ഇന്നത്തെ പ്രാസംഗികന്മാരാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ കൂട്ടത്തെ മുഴുവനും അവിടുത്തെ ഉണ്ടായിരുന്ന പൂജാരിമാരെ എല്ലാം സ്നാനപ്പെടുത്തി അവിടെ ഒരു വലിയ സഭ സ്ഥാപിച്ചേനുമായി. കാരണം ഒരു അത്ഭുതമല്ലേ നടന്നത്. അത്ഭുതം നടന്നപ്പോൾ അവിടെ ഭയങ്കര ഒരു സഭ. അവരുണ്ടോ ദൈവം വലിയവനായി അവിടുത്തെ പൂജാരിമാരെ എല്ലാവരെയും സ്നാനപ്പെടുത്തി അവിടെ ഒരു വലിയൊരു സഭ. സാത്താൻ അവരെ പൊക്കാൻ വന്നപ്പോൾ അപ്പോസ്തലന്മാരത് മനസ്സിലാക്കി. ഹല്ലേലൂയ, ഇത് സാത്താൻ്റെ പണിയാണെന്ന് മനസ്സിലാക്കി അവരെ അങ്ങനെ ചെയ്യിക്കാൻ അവൻ അനുവദിച്ചില്ല. ഇതാണ് യഥാർത്ഥ മാർഗം. ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യസുവിശേഷം, അല്പം പോലും മായം ചേർക്കാത്ത സുവിശേഷം. ഇതായിരുന്നു ക്രിസ്തുവിൻ്റെ മുൻപിൽ വന്നത്. അതിനെയും യേശു ക്രിസ്തു ജയിച്ചു. അതിനുശേഷം തന്നെ കാണിച്ചത് ഈ ലോകത്തിലെ സകല അധികാരങ്ങൾ ഇതെല്ലാം കൂടെ നിനക്ക് തന്നേക്കാം. കർത്താവിൻ്റെ സ്തോത്രം. നമ്മുടെ കർത്താവ് അതിനെയും പൂർണ്ണമായി ജയിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ നാം മുൻപോട്ടുള്ള കർത്താവിൻ്റെ ദാസന്മാരായി, വിശ്വാസികളായി, കർത്താവിൻ്റെ ദാസന്മാർ മാത്രമല്ല ദൈവമക്കൾ, നാം രാജകീയ പുരോഹിതന്മാരാണ്. ഓർക്കണം, കർത്താവിൻ്റെ ദാസന്മാർ മാത്രമല്ല, നാം ആരാണ്? രാജകീയ പുരോഹിതൻ. അപ്പോൾ സിയോനിലിട്ട കല്ല് ഇങ്ങനെയുള്ളതിനെ എല്ലാം ജയിച്ച കല്ലാണെങ്കിൽ അതിനോടുകൂടെ ചേർത്ത് പണിയപ്പെടുന്നവർ അങ്ങനെയുള്ളവർ മാത്രമേ ആയിരിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് കീർത്തിക്ക് വേണ്ടി ഓടുന്നതും പേരിന് വേണ്ടി ഓടുന്നതും അവരുടെ പേര് വർദ്ധിപ്പിക്കാനായി ഓടുന്നതും ഇതെല്ലാം സാത്താൻ്റെ നരകത്തിൻ്റെ പണിയാണ്. അല്പം തെറ്റല്ല. ഇങ്ങനെയുള്ളത് വന്നതുകൊണ്ടാണ് ദൈവസഭ പരദേശികളായി യാത്ര അന്യരും. കർത്താവ് പറഞ്ഞു, ഈ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭയപ്പെടും. വായിച്ചാട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം എടുത്താട്ട് കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 18-19 വായിച്ചാൽ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നെന്നറിയുവിൻ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. ഇന്ന് അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷകനായി വന്നു, കുറച്ച് ആദ്യം കുറച്ച് പട്ടിണിയൊക്കെ ആയി, പിന്നെ കുറച്ച് അല്പം സൗകര്യമായി വലുതായി വലിയ ആളായി. അദ്ദേഹം ഒന്ന് മരിക്കുമ്പോഴത്തേക്ക് ടെലിവിഷനിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരുന്നു, റേഡിയോയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരുന്നു, പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നു. എല്ലാവരും കൂടെ പുകഴ്ത്തി, വലിയ കർത്താവിൻ്റെ ദാസൻ, വലിയ അപ്പോസ്തലൻ ഈ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്തു. പ്രിയമുള്ളവരെ, ഇതല്ല മാർഗം. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞത് വീട്ടിൽ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഇന്ന് രാവിലെ എന്നെ ഓർപ്പിച്ചൊന്നുമില്ല. യോഹന്നാൻ സ്നാപകൻ്റെ കാര്യം നിങ്ങൾ ഓർത്തിയാട്ടെ. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തവൻ, തൻ്റെ പിതാവിൻ്റെ അരമനയിൽ സുഖമായി താമസിക്കാൻ തനിക്ക് കഴിവുണ്ടായിരുന്നു. അരമനയിൽ ഒന്നും സാധിച്ചില്ല. അന്നത്തെ പുരോഹിതന്മാരുടേത് കൊട്ടാരം പോലുള്ളതാണ്. അവരാണ് രാജാക്കന്മാരെക്കാൾ വലുത്. ആ സുഖമൊന്നും അനുഭവിക്കാതെ അവൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, വെട്ടുക്കിളിയും കാട്ടുതേനും കുടിച്ചുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് പാപികൾ ചെല്ലുന്നു.
നമ്മുടെ കർത്താവിനെ സ്നാനപ്പെടുത്തുവാനും അവന് ഭാഗ്യം ലഭിച്ചു. ഒടുവിൽ ഹേരോദ്യയുടെ പാപത്തെക്കുറിച്ച് പറഞ്ഞ നിമിത്തം അവനെ ജയിലിലാക്കി. ഹേരോദ്യയുടെ മകളെ സന്തോഷിപ്പിക്കാനായി അവിടെ അമ്മയുടെ അഭിപ്രായ പ്രകാരം ഹേരോദാവ് ചെയ്തതെന്താണ്? ആ വിശുദ്ധനായ യേശുവിനെ സ്നാനപ്പെടുത്തിയവൻ്റെ തല കണ്ടിച്ച് ഒരു താലത്തിലാക്കി ആ പാപിയായ സ്ത്രീയുടെ മുൻപിൽ വെച്ചിരിക്കുകയാണ്. ആ പാപിയായ സ്ത്രീ പറഞ്ഞു കാണും, വചനത്തിന് എഴുതിയിട്ടില്ല, നീ വലിയ വിശുദ്ധനെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് തുപ്പിക്കാനും സാധ്യതയുണ്ട്, അവൻ്റെ തലയ്ക്ക് തുഴിക്കാനും സാധ്യതയുണ്ട്.